ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്നെ ഒരു ഉമ്മ വിളിച്ചിട്ട് പറയാ, ഉസ്താദേ ദുആ ഇറക്കണം, ഉസ്താദേ ദുആ ഇറക്കണം, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് ഉസ്താദേ. എൻ്റെ മകന് ബാംഗ്ലൂർ പഠിക്കാൻ പോയതാ ഉസ്താദേ. അവൻ പഠിച്ച് ജോലിയൊക്കെ ആയിട്ട് തിരിച്ചു വന്നപ്പോ എൻ്റെ മകന്റെ കയ്യിൽ ടാറ്റു അടിച്ചിരിക്കുക ഉസ്താദേ. എന്താ അടിച്ചിരിക്കണേ? ടാറ്റു അടിച്ചിരിക്കുക ഉസ്താദേ. കയ്യിലും കാലിലും എല്ലാം ടാറ്റു അടിച്ചിരിക്കുക ഉസ്താദേ. ഞങ്ങളത് ഗൗനിച്ചില്ല. അവസാനം ഇവന്റെ കല്യാണമായി ഉസ്താദെ. 10-27 വയസ്സായി. ഇവന് കല്യാണമൊക്കെ ഇങ്ങനെ ശരിയായി ഉസ്താദെ. കല്യാണം ശരിയായപ്പോ ഇവൻ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ ഉമ്മാക്കൊരു സംശയം, ഈ ടാറ്റു കയ്യിലിരിക്കണത് കൊണ്ട് ഇവന്റെ കല്യാണം ശരിയാവോ? ടാറ്റു കയ്യിലിടിച്ചിരിക്കണത് കൊണ്ട് ഇവന്റെ കല്യാണം ശരിയാകോ? ടാറ്റു അടിക്കണ മക്കളോട് പറയാ, ചെയ്യാൻ എളുപ്പവാ, അത് കളയണമെങ്കിൽ അത് വല്ലാത്ത പ്രയാസമാണ്. ടാറ്റു അടിക്കണതിന്റെ മസാല എന്താ? ബാംഗ്ലൂരൊക്കെ പോയി നമ്മുടെ മക്കള് ടാറ്റു അടിച്ചിട്ട് വരും. ടാറ്റു അടിക്കണതിന്റെ മസാല എന്താ? അതിൻ്റെ പ്രിയപ്പെട്ടവരെ, പക്ക ഹറാമാണ്. ടാറ്റു അടിക്കല് ഹറാമാണ്. ഹറാം എന്ന് പറഞ്ഞാൽ ചെയ്താൽ ശിക്ഷയും ഉപേക്ഷിച്ചാൽ കൂലിയ. ആ ഉമ്മ എന്നോട് പറയാ, ഉസ്താദേ ഞങ്ങൾ ഇനി എന്ത് ചെയ്യൂ ഉസ്താദേ? ഇവന്റെ നിസ്കാരം സ്വീകരിക്കൂ ഉസ്താദേ, ഇവന്റെ ഉംറ സ്വീകരിക്കൂ ഉസ്താദേ, ഇവന്റെ വുളൂ സ്വീകരിക്കൂ ഉസ്താദേ. ഞാൻ സ്വാഭാവികമായിട്ട് ഉമ്മാനോട് പറഞ്ഞു, നിസ്കാരമൊക്കെ സ്വീകരിക്കും, കുഴപ്പമൊന്നുമില്ല. ഈ ടാറ്റു കയ്യിലുണ്ടെങ്കിലും വെള്ളം അവിടെ പതിയുന്നതിന് പ്രശ്നമില്ല എന്ന് ഫിഖ്ഹി മസ്അല പ്രകാരം പണ്ഡിതന്മാര് പറയുന്നുണ്ട്. എന്നാൽ ഒരാൾ ടാറ്റു അടിക്കാൻ എന്താ? കടുത്ത ഹറാമ. ഈ ടാറ്റു അടിച്ചാൽ അവൻ ഉറപ്പായിട്ടും അള്ളാഹുവിന്റെ കോടതിയിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അദാബ് പറയേണ്ടി വരും, ഉത്തരം പറയേണ്ടി വരും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഇനി ടാറ്റു അടിച്ചു ഒരാൾ എന്താ ചെയ്യണ്ടേ? അവൻ തൗബ ചെയ്യണം. ഒരാൾ ശരീരത്തിൽ ടാറ്റു അടിച്ചു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യണം? അവൻ തൗബ ചെയ്യണം. തൗബ ചെയ്തിട്ട് ഇവൻ എന്ത് ചെയ്യണം? ഇവന്റെ ശരീരത്തിൽ നിന്ന് ഈ ടാറ്റു, എൻ്റെ പ്രിയപ്പെട്ടവരെ, മാറ്റിക്കളയണം. അപ്പൊ എന്നോട് ആ ഉമ്മ പറയാ, സാറേ അവൻ തൗബ ചെയ്യാൻ ഓക്കെയാണ്, അവൻ മാനസികമായി റെഡിയായി. പക്ഷേ അവന്റെ കയ്യിലും കാലിലുമുള്ള ഈ ടാറ്റു മാറ്റണമെങ്കിൽ ഉസ്താദെ ലേസർ ട്രീറ്റ്മെന്റ് നടത്തണം ഉസ്താദെ. ലേസർ ട്രീറ്റ്മെന്റ് നടത്തിയാൽ സ്കിൻ ക്യാൻസർ വരും ഉസ്താദെ. അതുകൊണ്ട് ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? അങ്ങനെ നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ഒരാൾ ടാറ്റു അടിച്ചു, കയ്യിൽ നിന്നും മാറ്റിയാൽ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വരുമെങ്കിൽ അത് മാറ്റണ്ട, അത് അവിടെ തന്നെ ഇരുന്നോട്ടെ. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം? തൗബ ചെയ്യണം. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ, ഈമാൻ നൽകുമാറാവട്ടെ. മാതാപിതാക്കൾ പറയും, എടാ നല്ലപോലെ നടക്കടാ. ഇവൻ നടക്കൂല. ഇവൻ എന്തെല്ലാം തെമ്മാടിത്തരങ്ങൾ കാണിക്കാൻ പറ്റുമോ അതെല്ലാം എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിക്കും. പാടില്ല. മാതാപിതാക്കളോടുള്ള ബഹുമാനം, മാതാപിതാക്കളോടുള്ള സ്നേഹം, അതെൻ്റെ പ്രിയപ്പെട്ടവരെ ഒരാൾ കൊണ്ടുവന്നാൽ അവർ മരിക്കുമ്പോ അൽഹംദുലില്ലാ ഈമാനോടെ മരിക്കുമെന്ന അള്ളാഹു കബൂലാക്കുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. ഒരു ചെറുപ്പക്കാരൻ അലിയാർ തങ്ങളോട് കടന്നു വന്നിട്ട് പറയാ, അലിയാർ തങ്ങളെ എനിക്കൊരു പ്രായമുള്ള വാപ്പയുണ്ട്, എനിക്ക് വാപ്പയോട് സ്നേഹമില്ല. എനിക്ക് ഒരു പ്രായമുള്ള വാപ്പയുണ്ട്, എനിക്ക് എൻ്റെ വാപ്പയോട് സ്നേഹമില്ല. ആ സ്നേഹം വരാൻ ഞാൻ എന്താ ചെയ്യണ്ടേ? അലിയാർ തങ്ങള് ആ സഹാബിയോട് പറയാ, മോനെ നീ നിന്റെ വാപ്പയുടെ ജോലി കണ്ടിട്ടുണ്ടോ? ഞാൻ ഇവിടെ ഇരിക്കുന്ന സഹോദരങ്ങളോട് പറയാ, നമ്മുടെ മക്കൾക്ക് നമ്മുടെ ജോലി, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കാട്ടിക്കൊടുക്കണം. ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഉസ്താദന്മാരാണെങ്കിലും എല്ലാവരും നമ്മുടെ ജോലി എന്താണെന്ന് നമ്മുടെ മക്കളെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, കാണിച്ചു കൊടുക്കാൻ കഴിയണം. ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ പറയുമ്പോ വാപ്പയെ ബഹുമാനിക്കാത്തവരുണ്ടല്ലോ നരകത്തിലാ. അല്ലാഹുവേ കാക്കണേ അല്ലാ, ഈമാൻ നൽകണേ അല്ലാ. ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ, അലിയാർ തങ്ങളുടെ ചാരയതാ കടന്നു വരികയാ. അലിയാർ തങ്ങളോട് പറയുകയാ, അലിയാർ തങ്ങളെ എനിക്കൊരു പ്രായമുള്ള വാപ്പയുണ്ടല്ലോ, അല്ല തന്ന തങ്ങളെ വാപ്പയോട് സ്നേഹമില്ല. അലിയാർ തങ്ങളെ പറയുകയാ, മോനെ നിനക്ക് നിന്റെ വാപ്പയോട് സ്നേഹം വേണോ? നിനക്ക് നിന്റെ വാപ്പയോട് ബഹുമാനം വേണോ? എന്താണ് ചെയ്യേണ്ടതെന്നറിയോ? നീ നിന്റെ വാപ്പയുടെ ജോലി കണ്ടിട്ടുണ്ടോ? അലിയാർ തങ്ങള് ആ പ്രിയപ്പെട്ട സഹാബിയോട് പറയാ, മോനെ നീ നിന്റെ വാപ്പയുടെ ജോലി കണ്ടിട്ടുണ്ടോ? ആ സഹാബി പറയാ, നബിയേ
ഞാൻ എൻ്റെ വാപ്പയുടെ ജോലി കണ്ടിട്ടില്ല. ഞാൻ എൻ്റെ വാപ്പയുടെ ജോലി കണ്ടിട്ടില്ല. അലിയാർ നിങ്ങൾ ഈ മകനോട് പറഞ്ഞു, മോനെ, നീ നിന്റെ വാപ്പ അറിയാതെ നീ നിന്റെ വാപ്പയുടെ ജോലി സ്ഥലം നീ ഒന്ന് പോയി നോക്കണം. നീ നിന്റെ വാപ്പ അറിയാതെ നീ നിന്റെ വാപ്പയുടെ ജോലി സ്ഥലം ഒന്ന് പോയി നോക്കണം. അല്ലാഹുവേ, പടച്ചവനെ, ആ പൊന്നുമോനെ വീട്ടിലേക്ക് കടന്നു പോവുകയാ. സുബ്ഹാനല്ലാഹ്. രാവിലെ അതാ സുബഹി കഴിയുമ്പോ തന്റെ പ്രിയപ്പെട്ട വാപ്പ എണീക്കുകയാ. പടച്ചവനെ, ജോലിക്ക് പോവുകയാ. വാപ്പ ജോലിക്ക് പോകുമ്പോ വാപ്പയുടെ പുറകിലുണ്ടല്ലോ ആ പൊന്നുമോനെ കടന്നു പോവുകയാ. വാപ്പ പോകുന്നത് എങ്ങോട്ടെന്നറിയോ? ഒരു ഈത്തപ്പഴ തോട്ടത്തിലേക്ക് കടന്നു പോവുകയാ. വാപ്പ കടന്നു പോകുകയാ. ഈത്തപ്പഴത്തോട്ടത്തിലേക്ക് ചെല്ലുകയാ. അവിടത്തേക്ക് ചെന്നിട്ടു ഇട്ടിരുന്ന വസ്ത്രങ്ങളുണ്ടല്ലോ മാറ്റുകയാ. ഈത്തപ്പഴ മരത്തിലേക്ക് കയറുകയാ. ഈത്തപ്പഴങ്ങൾ പറിക്കുകയാ. ഈത്തപ്പഴങ്ങള് പടച്ചവനെ പറിച്ചുകൊണ്ട് പടച്ചവനെ താഴത്തേക്ക് കൊണ്ടുവരികയാ. വാപ്പയുണ്ടല്ലോ വിയർത്ത് കുളിക്കുകയാ. വിയർത്ത് കുളിച്ചുകൊണ്ട് ക്ഷീണിച്ചു. വാപ്പയതാ നടന്നു പോകുമ്പോ വാപ്പ അറിയാതെ പടച്ചവനെ കാല് തെന്നി പോവുകയാ. അടുക്കി വെച്ച ഈത്തപ്പഴങ്ങളുണ്ടല്ലോ അതിന്റെ പുറത്തേക്ക് വാപ്പ വീഴുകയാ. ഇതാര് കാണുകയാണെന്നറിയോ? അറബി കാണുകയാ. വാപ്പയുടെ മുതലാളി കാണുകയാ. തോട്ടത്തിന്റെ മുതലാളി കാണുകയാ. തോട്ടത്തിന്റെ മുതലാളി പടച്ചവനെ ഓടി വരികയാ. വാപ്പയുടെ ചാരത്ത് വരികയാ. വാപ്പയുടെ ചെവിക്കല്ല് നോക്കിയിട്ടു ഒരടിയുണ്ടല്ലോ അടിക്കുകയാ. വാപ്പ ഈത്തപ്പഴം പറിച്ച് താഴെ വെച്ചു. ഈ വാപ്പ കഷ്ടപ്പെട്ട് വന്നിട്ട് ആ ക്ഷീണത്തില് കാല് തന്നെ ഈത്തപ്പഴത്തിന്റെ മുകളിലേക്ക് തന്നെ അങ്ങോട്ട് വീണു. റഹ്മാനെ, ഇതാര് കണ്ടു? തോട്ടത്തിന്റെ മുതലാളി കണ്ടു. തോട്ടത്തിന്റെ മുതലാളി ഓടി വന്നിട്ട് ആ പ്രിയപ്പെട്ട വാപ്പയുടെ ചെവിക്കല്ല് നോക്കി, കവിള് നോക്കി ഒറ്റൊരടി കൊടുത്തു. വാപ്പ കരഞ്ഞു. വാപ്പ കരഞ്ഞു. വാപ്പ കരഞ്ഞ് വീട്ടിലേക്ക് പോയി. പടച്ചവനെ, ആ ചെറുപ്പക്കാരനാകുന്ന സഹാബിയുണ്ടല്ലോ പടച്ചവനെ വല്ലാതെ കരയുകയാ. വാപ്പ ഇങ്ങനെ അവിടെ ഇരുന്നു കൊണ്ട് കരയുകയാ. വാപ്പ മകനെ കാണുന്നില്ല, മകന് വാപ്പയെ കാണുന്നുണ്ട്. എന്നാ ആ വാപ്പയോട് കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ വന്നുകൊണ്ട് ചോദിക്കുകയാ, വാപ്പാ പ്രായമായില്ലേ? വാപ്പാ ജോലിക്ക് വരുന്നത് എന്തിനാണ്? വാപ്പാ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ വന്നിട്ട് ആ വാപ്പയോട് ചോദിക്കാ, വാപ്പാ നിങ്ങൾക്ക് പ്രായമായില്ലേ? വാപ്പാ നിങ്ങൾ എന്തിനാ ജോലിക്ക് വന്നേ? നിങ്ങൾ എന്തിനാ ജോലിക്ക് വന്നേ? നിങ്ങൾക്കൊരു മകനുണ്ടല്ലോ, ചെറുപ്പക്കാരനാകുന്ന മകനുണ്ടല്ലോ, നിങ്ങൾ എന്തിനാ ജോലിക്ക് വന്നേ? നിങ്ങൾ പ്രായമായില്ലേ? ആ സമയത്ത് ആ വാപ്പ കരഞ്ഞുകൊണ്ട് പറയാ, മോനെ, എനിക്കൊരു പ്രായമായ ഒരു ചെറുപ്പക്കാരനായ മകനുണ്ട്. അവന് പ്രായപൂർത്തിയൊക്കെയായി. അവൻ ജോലിക്ക് പോകാറില്ല. അവൻ ജോലിക്ക് പോകാത്തത് കൊണ്ട് ഞാൻ ജോലിക്ക് പോവാണ്. ഞാനും കൂടി ജോലിക്ക് പോയില്ലെങ്കിൽ എൻ്റെ കുടുംബം പട്ടിണിയാകുമെന്ന് ആര് പറയാ? ആ പ്രിയപ്പെട്ട പിതാവ് കരഞ്ഞുകൊണ്ട് പറയാ. ഇതാരാ കേൾക്കണേ? ഇതാരാ കേൾക്കണേ? ഇത് പ്രിയപ്പെട്ട സ്വന്തം മകന് കേൾക്കുകയാ. പടച്ചവനെ, ആ മകന് കരയുകയാ. സുബ്ഹാനല്ലാഹ്. വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാ. വീട്ടിലേക്ക് കടന്നു ചെന്നുകൊണ്ടല്ലാ പടച്ചവനെ കടന്നു ചെന്നുകൊണ്ട് ഉമ്മയോട് പറയുകയാ, ഉമ്മാ വാപ്പയെ ജോലിക്ക് വിടണ്ട, വാപ്പയെ ജോലിക്ക് വിടണ്ടോ, ഞാൻ ജോലിക്ക് പോയിക്കൊള്ളാ. വാപ്പ പ്രായമായല്ലോ, വാപ്പയെ ജോലിക്ക് വിടണ്ട. സുബ്ഹാനല്ലാഹ്. പടച്ചവനെ, പിറ്റേ ദിവസമുണ്ടല്ലോ ആ പൊന്നുമോന് ജോലിക്ക് പോവുകയാ. പടച്ചവനെ സമ്പാദിക്കുകയാ. അവിടെ നിന്നതാ ശമ്പളമുണ്ടല്ലോ വാങ്ങുകയാ. ആ ശമ്പളം കിട്ടിയ പൈസയുണ്ടല്ലോ ഒരു കടയിലേക്ക് ചെല്ലുകയാ. അവിടെ നിന്ന് വാപ്പയ്ക്കൊരു കമീസ് ഉണ്ടല്ലോ വാങ്ങുകയാ. കമീസ് വാങ്ങി വീട്ടിലേക്ക് കടന്നു വരുമ്പോ പ്രിയപ്പെട്ട പൊന്നുമോന് കമീസ് വാങ്ങുകയാ. കമീസ് വാങ്ങിച്ചു പൊന്നുമോന് വീട്ടിലേക്ക് വരുമ്പോ വീടിന്റെ വാതിക്കല് ഒരു വല്ലാത്ത ആൾക്കൂട്ടമാ. ആ മകനുണ്ടല്ലോ നെട്ടിത്തിരിക്കുകയോ,
എൻ്റെ വീടിൻ്റെ മുമ്പിൽ എന്താണ് റബ്ബേ? പിറ്റേ ദിവസം ആ മകൻ എൻ്റെ പ്രിയപ്പെട്ടവരെ കഷ്ടപ്പെടാൻ വേണ്ടി പോയി കഷ്ടപ്പെട്ട് പൈസയൊക്കെ സമ്പാദിച്ചു. അതിൽ നിന്ന് വാപ്പാക്ക് ഒരു കമീസ് വാങ്ങിച്ച് വീട്ടിലേക്ക് വരുമ്പോ വീടിന്റെ വാതിക്കൽ മുഴുവനും എൻ്റെ പ്രിയപ്പെട്ടവരെ ആളുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. ഇയാൾ പേടിച്ചു കരഞ്ഞു. വീടിന്റെ അകത്തേക്ക് കടന്നു ചെന്നു. ആളുകളോട് ചോദിച്ചു, എന്താ പറ്റിയത്? പടച്ചവനെ, അവിടെ കൂടി നിന്ന ആളുകളുണ്ടല്ലോ, ആ പൊന്നുമോനെ വിളിച്ചു കൊണ്ടുപോവുകയാ. ആ പൊന്നുമോന് നോക്കുമ്പോ ഒരു മയ്യത്തിങ്ങനെ കിടക്കുകയാ. ആ മയ്യത്തിന്റെ മുഖത്തിട്ടിരിക്കുന്ന വെള്ളപ്പുടവ മാറ്റുമ്പോ അതാരെന്നറിയോ? അത് തന്റെ വാപ്പയാ. അല്ലാ, വാപ്പ മരിച്ചിരിക്കുകയോ? വാപ്പ വിട പറഞ്ഞിരിക്കുകയാ. വാപ്പയുണ്ടല്ലോ, അസ്റായീൽ റൂഹ് പിടിച്ചിരിക്കുകയാ. ഈ മകൻ കരഞ്ഞു, റബ്ബേ. കഷ്ടപ്പെട്ടുകൊണ്ട് വാപ്പാക്ക് കമീസ് വാങ്ങിച്ചിട്ട് വന്നപ്പോ വാപ്പയുടെ മയ്യത്ത് ഈ പൊന്നുമോന് കാണുകയാ. ഉമ്മ കരഞ്ഞു, മകൻ കരഞ്ഞു. മകന് കയ്യിലിരിക്കുന്ന ഈ ഒരു കമീസ് വിറ്റിട്ട് ആ പൈസക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ കഫൻ പുടവ വാങ്ങിച്ചു. ഈ മകന് കയ്യിലിരിക്കുന്ന കമീസ് നേരെ കൊണ്ടുപോയി വിറ്റിട്ട് ആ പൈസക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ കഫൻ പുടവ വാങ്ങിച്ചു. പടച്ചവനെ, മയ്യത്ത് കുളിപ്പിക്കാൻ പോവുകയാ. പടച്ചവനെ, വാപ്പയുടെ മയ്യത്ത് കുളിപ്പിക്കാൻ പോവുകയാ. അല്ലാ, വാപ്പയുടെ മയ്യത്ത് കുളിപ്പിക്കാൻ പോകുമ്പോ ആ പൊന്നുമോന് മയ്യത്ത് കുളിപ്പിക്കാൻ കയറുകയാ. സുബ്ഹാനല്ലാഹ്. ആ പൊന്നുമോന് വാപ്പയുടെ മയ്യത്ത് കുളിപ്പിക്കുമ്പോ വാപ്പയുടെ കൈയുണ്ടല്ലോ പിടിക്കുകയാ. കയ്യിലിങ്ങനെ തഴമ്പ് വന്നിട്ട് കൈയിങ്ങനെ തടിച്ചിരിക്കുകയാ. ആ പൊന്നുമോന് കരഞ്ഞുകൊണ്ട് മയ്യത്ത് കുളിപ്പിക്കുന്നവരോട് പറയുകയാ, എൻ്റെ വാപ്പയുണ്ടല്ലോ അധ്വാനിക്കുന്നവനാ, എൻ്റെ വാപ്പയുണ്ടല്ലോ അധ്വാനിച്ചവനാ. ആ വാപ്പയെ പടച്ചവരെ കരയുകയാ. വാപ്പയുടെ തോൾഭാഗം നോക്കുമ്പോ ഈത്തപ്പഴ കൊലകൾ ചുമന്നു കണ്ട് വാപ്പയതാ നടന്നതിൻ്റെ തഴമ്പുകളുണ്ടല്ലോ പടച്ചവനെ തോളത്ത് കാണുകയാ. അല്ലാഹുവേ, മകന് കരയുകയാ. വാപ്പയുടെ മയ്യത്ത് ചുമക്കുകയാ. പടച്ചവനെ, മയ്യത്ത് നിസ്കരിക്കുകയാ. പടച്ചവനെ, ജന്നത്തുൽ ബഖീയിലോ കബറടക്കുകയാ. കബറടക്കി കഴിയുമ്പോ ആ പൊന്നുമോനെ പറയുകയാ, മോനെ, വാപ്പയെ മറക്കല്ലടാ. ഒരാളുമുണ്ടല്ലോ, വാപ്പയെ മറക്കല്ലടാ. എന്നാ പൊന്നുമോന് പറയുമ്പോ, വാപ്പ ജീവിച്ചിരിക്കുമ്പോ, ഉമ്മ ജീവിച്ചിരിക്കുമ്പോ അവരുടെ വിലയറിയൂല. അവര് മരിച്ചു കഴിഞ്ഞാ അത് വല്ലാത്ത അദാബാ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ദീർഘായുസ് കൊടുക്കണേ അല്ലാ, ഖൈർ കൊടുക്കണേ അല്ലാ, റാഹത്ത് കൊടുക്കണേ അല്ലാ. മരിച്ചുപോയ മാതാപിതാക്കളുടെ ഖബർ വിശാലമാക്കണേ അല്ലാ.